അമ്മേ അമ്മ അങ്ങോട്ട് മാറി നിൽക്കി, ഞാൻ ചെയ്തോളാം. ഇത്രയൊക്കെ ചെയ്യാമെങ്കിലേ ബാക്കിയും കൂടെ എനിക്ക് ചെയ്യാറുണ്ട്. അമ്മ ഈ പണി ഏൽപ്പിച്ച എൻ്റെ പുന്നാര പെങ്ങളെ എനിക്കൊന്ന് കാണണം. അവക്കിട്ട് പണി ഞാൻ കൊടുക്കുന്നുണ്ട്. എടാ അവൾ ഇത്ര നേരം ഇവിടെ കിടന്ന് ഊതി ഇത് ഇങ്ങനെ കത്തിച്ച അവൾ അങ്ങോട്ട് പോയി ശ്വാസം മുട്ടിട്ട്. അതൊന്നും എന്റെ മോൻ അറിയണ്ടല്ലോ. ഇതൊക്കെ അമ്മ തന്നെ ഒപ്പിച്ചു വെച്ച പണിയല്ലേ? നിന്റെ പെണ്ണുമ്പോൾ ഒപ്പിച്ചു വെച്ചാ ഞാനല്ല. എടാ അടുക്കള വല്ലതും ഉണ്ടോന്ന് അവള് ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നോ? അമ്മ ഒരു അബദ്ധം പറ്റി. ആർക്കാ അബദ്ധം പറ്റാത്തത്? അതിന്റെ പ്രതിവിധിയല്ലേ ഞാൻ അപ്പുറത്ത് പോയി ഗ്യാസ് ഊറ്റി എടുത്തോണ്ട് വന്നത്. അതാണ് ഏറ്റവും വലിയ അബദ്ധം. ഓ, അമ്മയുടെ അന്ധവിശ്വാസം ഉണ്ടല്ലോ, ഇതാ ഏറ്റവും വലിയ കുഴപ്പം. എടാ മറ്റെത്രയോ വീടുണ്ട്, ഏതെങ്കിലും വീട്ടിൽ ചെന്ന് നിനക്ക് ഒരു ഗ്യാസ് ഊറ്റി എടുത്തോണ്ട് വന്നാ പോരായിരുന്നോ? നിങ്ങളുടെയൊക്കെ അതിനെയൊക്കെ സ്നേഹം കൊണ്ടേ മറ്റുള്ളവർ ഇപ്പൊ തരും ഗ്യാസ് ഊറ്റി. വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല. അതാണ് കൂടോത്രത്തിന്റെ പവർ. അമ്മ അങ്ങോട്ട് മാറി നിൽക്കി, ഞാൻ സഹായിച്ചു തരാം. നീ നിന്നെ ആദ്യം പെണ്ണുമ്പളെ പോയി സഹായിക്കടാ. ഞാൻ സഹായിക്കാൻ പറ്റുന്നു. കോഴിയെ വളർത്താൻ വിളിച്ചാലും കൊല്ലാൻ വിളിച്ചാലും കിയോ കിയോ. അതുപോലെ അമ്മയുടെ കാര്യം. നീ വളർത്താനും പിടിക്കണ്ട, കൊല്ലാനും പിടിക്കണ്ട. വയസ്സും പ്രായമൊക്കെ ആയി. പലയിടത്തും വീണ് കിടന്നാലേ ഒരു തുള്ളി വെള്ളം തരാൻ ബാക്കിയുള്ളവരേ ഉള്ളൂ. ഞാനേ ഒരിടത്തും വീഴത്തുമില്ല. ഒരു തുള്ളി വെള്ളം നിങ്ങൾ തരാനും വരണ്ട കേട്ടോ. ഇതെല്ലാരും പറയാറുണ്ടമ്മേ, ഒരു കാര്യവും ഇല്ല. തള്ളി വൈ തള്ള നടക്കുന്നു. തലക്കടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ മാറണം. നീ പോടാവിടുന്നു. എന്നെ മുന്നാണോ ദേഷ്യം പിടിച്ചിരിക്കുക എനിക്ക്. വേറെ കൊണ്ടെടുത്ത് മോന്തയ്ക്കാൻ കുത്തിത്തരും കേട്ടാ. കളിയാക്കാൻ വന്നാ നിനക്ക് വേറെ ഒരു പണിയില്ലേ? എനിക്കല്ലെങ്കിലും ഒരു പണിയില്ല. ഞാൻ ദേഷ്യം വരും എനിക്ക്. ചാരിനിപ്പം എടാ കേറി പോടാ. എന്നെ നോക്കി നിൽക്കാതെ പന പോലെ വളർന്നിരിക്ക. എന്തിനു കൊള്ളാം. ഇത് പറ്റത്തില്ലല്ലോ. പുഷ്പേ, ഇനി എന്ത് പാടിയത്? നീ കാരണം എന്റെ അമ്മയും പെങ്ങളും ചക്രശ്വാസം വലിച്ചോണ്ടിരിക്കുക. അതിനെന്താ? എന്നെ കുറെ ചക്രശ്വാസം അവര് വലിപ്പിക്കുന്നില്ലേ, കുറച്ച് അവരും വലിക്കട്ടെ. എടി എന്റെ അമ്മയും പെങ്ങളും ആണെന്നത്. എന്താ അമ്മേനെയും പെങ്ങളെയും പറയുമ്പോ നിങ്ങൾക്ക് പുള്ളിപ്പോയോ? നിന്റെ വീട്ടുകാരെ പറഞ്ഞ നിനക്ക് പൊള്ളത്തില്ലേ? അത് കൊള്ളൂ. പക്ഷെ എന്നായിരുന്നില്ല എന്റെ വീട്ടുകാർ പറയരുത്. കഷ്ടമാണ് കേട്ടോ. എടി ഗ്യാസ് തീർന്നു കഴിഞ്ഞാ പുതിയ കുറ്റി ഇവിടെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കല്ലേ? ആ ഗ്യാസ് നിറക്കാനുള്ള പൈസ തരേണ്ടത് ആരും ഉത്തരവാദിത്ത? എന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ സമ്മതിച്ചു. ഇനി അതിന് എനിക്ക് പറ്റിയില്ലെങ്കിൽ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കുറ്റി വാങ്ങിച്ചു ഇവിടെ വെക്കണ്ടേ? അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നിർത്തി. എന്നിട്ട് എവിടുന്നാ പോയി മേടിച്ചത്? ആ ലീലയുടെ വീട്ടിൽ നിന്ന്. ലീലയുടെ വീട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വെക്കേണ്ട കാര്യമുണ്ടോ? ലീലയല്ലേ, പേര് മാറിപ്പോയി, ഗീത. ഗീത എങ്കിൽ ഗീത. ആരായാലും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത സ്ത്രീയാണേ. വേറെ ആരോടെങ്കിലും പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാല് 100 ചോദ്യങ്ങൾ ചോദിക്കും. ഏതിയാകുമ്പോ ഒന്ന് ചോദിക്കാണ്ട് എടുത്തരും. അവള് നല്ല സ്വഭാവ. എന്നാ പിന്നെ നിനക്ക് ആ മോഹിനിയോട് ചോദിച്ചു നോക്കരായിരുന്നു. എന്താ മോഹിനിയോട് ചോദിക്കണം നിങ്ങൾക്ക് ഇത്ര നിർബന്ധം? ആര് നിർബന്ധിച്ചു? ഞാൻ വെറുതെ പറഞ്ഞോന്നല്ലേ ഉള്ളൂ. എന്നാ നിങ്ങൾ മോഹിനിയോടൊന്ന് ചോദിച്ചു നോക്ക്. നീയൊക്കെ ചെന്നാലേ ഉള്ളവള് തരാത്തത്. ഞാൻ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ അവള് നല്ല അന്തസ്സായിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്ത് തരും. എന്നാ ഒന്ന് വിളിച്ചു നോക്കിയേ. വിളിച്ചു നോക്ക് നിങ്ങള്. എടി മനുഷ്യരോട് പെരുമാറാൻ പഠിക്കണം. അയലോക്കക്കാരുമായിട്ടൊരു ബന്ധം വേണം. അല്ല ചുമ്മാ ഇങ്ങനെ കെട്ടിലമയായിട്ടിരുന്നാ പോരാ. അയൽവക്കക്കാരോട് ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ ഇവിടെ ഗ്യാസ് കത്തുന്നത്. അത് മനസ്സിലായിട്ടില്ല? അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കൂടോത്രം ഗീതയുടെ ഗ്യാസ് അല്ലേ? നീ മനഃപൂർവ്വം ചെയ്താന്ന് എനിക്കറിയാടി. ഗ്യാസ് ഗീതയല്ല നടക്കുന്നത്, അതിൽ കമ്പനിക്കാരാ നടക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഗ്യാസ് ഗീതയല്ല നടക്കുന്നതെന്ന്. നിനക്ക് കുറച്ച് വിവരവും ഇല്ലേ? അമ്മക്ക് പിന്നെ പോട്ട് സാരമില്ല വിചാരിക്കാം. അമ്മയ്ക്ക് എന്ത് പടി കുഴപ്പം? നീ പറഞ്ഞു എങ്ങോട്ടായി പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസ് കത്തിച്ച പാടേ പൊട്ടിത്തെറിക്കണമായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. സംഭവിച്ചോ? ഇല്ലല്ലോ. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ച് വിവരമില്ല, കുറച്ച് മനസ്സിലാക്ക് കാര്യങ്ങൾ. അമ്മയ്ക്ക് അത് ഇഷ്ടമല്ലെന്നറിയാം, അതുകൊണ്ട് നീ മനഃപൂർവ്വം ചെയ്തു, അത്രേ ഉള്ളൂ കാര്യം. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല.
കുറെ നാളായില്ലേ നിന്നെ കാണാൻ തുടങ്ങിയിട്ട്. എനിക്കറിയാം നീ എന്താ ചിന്തിച്ചത്. ഞാൻ നല്ല ഉദ്ദേശം ചിന്തിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഇല്ലല്ലോ, അപ്പം പിന്നെ ഒന്ന് മേടിച്ച് പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് നിറച്ചിട്ട് മേടിച്ചാൽ പോരായിരുന്നാ? പൈസ എപ്പോഴും ഇവിടെ നിറച്ചു വെച്ചിട്ടാണോ പോകുന്നത്? മനുഷ്യരാ ചിലപ്പോൾ ആവശ്യം വന്നാൽ പുറത്തുനിന്ന് കടം മേടിക്കും. ഒരു 950 രൂപ 1000 രൂപ നിങ്ങളുടെ അടുത്ത് എടുക്കാനില്ല ഗ്യാസ് മേടിക്കാൻ? ഞാൻ അറിഞ്ഞില്ലോ തീർന്നു പോകുന്നത്. അതൊക്കെ ആദ്യമേ ചിന്തിക്കണം, കുടുംബത്തിലെ കാര്യങ്ങൾ ചിന്തിക്കണം കുറച്ച്. തീരാറാവുമ്പോ പറയണം, അതിന്റെ ഉത്തരവാദിത്വം നിനക്കാ. എന്തേ അത് പറഞ്ഞപ്പോ നാ ഇറങ്ങിപ്പോയ. നമുക്ക് 2 കുറ്റിയുണ്ടെങ്കിൽ പ്രശ്നം വരില്ലായിരുന്നു. എങ്ങനെ വന്നാലും ബാക്കിയുള്ളവനെ കുറ്റം ചാരി. ഇത് നിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ആ പാവങ്ങളിതേ വെളിയിലിട്ട് അരിയും ഒക്കെ വെച്ചോണ്ടിരിക്കുക. മരുമോളുടെ കോണം അമ്മായിമ്മയും നാത്തൂനും കൂടെ വഴിയിലിട്ട് പറമ്പിലിട്ട അരിയും കൂട്ടാനും വെക്കുന്നത്. നമുക്കൊരു കറണ്ട് അടുപ്പ് മേടിച്ചാലോ? എടി ഇപ്പോഴത്തെ കാര്യം ഇപ്പൊ സംസാരിക്കുക. നീ കറണ്ട് അരിപ്പും കുന്തോ പറഞ്ഞോണ്ട് വരാതെ. ഗ്യാസ് തീർന്നാൽ പെട്ടെന്ന് കത്തിക്കാലോ. വേണ്ട അല്ലേ? വേണ്ട, മേടിക്കണ്ട.